ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 242 പോയിന്റ് നേട്ടത്തിൽ 25,723-ലും ദേശീയ സൂചികയായ നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 7,683 പോയിന്റിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നോളജി, IT, ബാങ്കിംഗ് മേഖലകളിലെ ഓഹരികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. റിസർവ് ബാങ്കിന്റെ വായ്പാവലോകന നയം നാളെ പ്രഖ്യാപിക്കാനിരിക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക് എന്നിവയുടെ ഓഹരികളും മികച്ച നേട്ടമുണ്ടാക്കി. ITC, ഇൻഫോസിസ്, L&T, ടാറ്റ മോട്ടോഴ്സ് എന്നീ ഓഹരികളും നേട്ടമുണ്ടാക്കിയവയാണ്. ഇപ്പോൾ ഓഹരി വിപണിയിലെ വിശകലനവുമായി ജിയോജിത് ഗവേഷണ വിഭാഗം മേധാവി അലക്സ് മാത്യു ചേരുന്നു. അലക്സ് മാത്യു, കഴിഞ്ഞ വെള്ളിയാഴ്ച വിദേശ നിക്ഷേപകർ വൻതോതിൽ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു പ്രവണത പ്രകടമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവസാന ദിവസങ്ങളിലെല്ലാം ഈ ഒരു പ്രവണത പ്രകടമായിരുന്നു. എന്നാൽ ഇന്ന് ഓഹരി വിപണികൾ നല്ല നേട്ടമുണ്ടാക്കി. എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ന് ഓഹരി വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത്? അതിന്റെ പ്രധാനപ്പെട്ട റീസണിലൊന്ന്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച ഓഹരികൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ മേടിക്കുകയായിരുന്നു. ഏതാണ്ട് 2000 കോടിയിൽ പരം രൂപയുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ടുകൾ അവർ വെള്ളിയാഴ്ച മേടിച്ചിരുന്നു. കൂടാതെ വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ മേഖലയിലുള്ള സൂചികകൾ കുറച്ചേറെ ഇന്ന് 5 ദിവസത്തിന് ശേഷം തിരികെ വരവിന്റെ പാതയിലായിരുന്നു. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണം. കൂടാതെ നിക്ഷേപകർ RBIയുടെ പോളിസി അവലോകനത്തിന് മുമ്പ് അവരുടെ ഷോർട്ട് പൊസിഷനുകൾ കവർ ചെയ്യുകയും ചെയ്തു. അതാണ് ഒരു റിക്കവറിക്ക് കാരണം. നാളെ RBI പോളിസി മീറ്റിൽ ഒരുപക്ഷെങ്കിൽ മിക്കവാറും നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യത ഇല്ല എന്നാണ് നിക്ഷേപകർ കരുതുന്നത്. മറിച്ച് 4% കുറച്ചാൽ അത് തീർച്ചയായിട്ടും വിപണിക്ക് പുതുജീവനേകുമെന്നും കരുതി പുതിയ പൊസിഷനുകൾ സ്വീകരിച്ചവരും ഇന്നുണ്ട്. ഒരുപക്ഷെ RBI നിരക്കുകൾ വർദ്ധിപ്പിക്കാനൊരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടോ? അങ്ങനെ ആയിരിക്കുമെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വിപണികളിൽ ഉണ്ടാവുക? നിരക്കുകൾ പൊതുവെ വർദ്ധിപ്പിക്കില്ല എന്നാണ്, കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യില്ല, തൊടില്ല എന്നുള്ള കണക്കാണ് പൊതുവെ വിപണിയിലുള്ള കാര്യം. പക്ഷേ ചില കേന്ദ്രങ്ങൾ പറയുന്നു നമ്മുടെ ഇൻഫ്ലേഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്നു, എക്കോണമി ഒരു റിവൈവലിന്റെ പാതയിലാണ്. അതിനാൽ ഒരു പക്ഷെങ്കിൽ 0.5% നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എത്രമാത്രം നടക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രൂപയുടെ മൂല്യം ഡോളറിന്റെ അഗൻസ്റ്റ് ഇടിഞ്ഞ് 61 താഴേക്ക് വന്നിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ RBI 0.5%, 0.5% വായ്പാ നിരക്കുകൾ കുറച്ചാൽ ഡോളറിന്റെ അഗൻസ്റ്റ് റുപ്പി 62 താഴേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തീർത്തും നമുക്കൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. എങ്കിൽ പോലും പൊതുവെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, നിക്ഷേപകരും അതുപോലെ തന്നെ അനലിസ്റ്റുകളും ഒരു 0.5% ഇൻട്രസ്റ്റ് റേറ്റില് കുറവ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഒരു നേട്ടമുണ്ടായത് IT ഓഹരികളിലാണ്. ഡോളറിനെതിരെ രൂപ വൻതോതിൽ നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് IT ഓഹരികൾ ഇന്ന് നേട്ടമുണ്ടാക്കിയത്. വരും ദിവസങ്ങളിൽ IT മേഖലയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? IT ഡോളറുമായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യ ഇടിവിന്റെ കാര്യത്തിലാണ് ഇന്ന് മുന്നേറിയത്. എങ്കിൽ പോലും എനിക്ക് ശക്തമായിട്ടുള്ള റാലി IT മേഖലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റു സെക്ടറിലെ ഓഹരികൾ കുറച്ചും കൂടെ വാല്യുവേഷൻ വൈസ് അട്രാക്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. സൂചികകളെ ഇന്ന് പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും വാങ്ങലുകൾ നടത്തിയതായിരിക്കാം IT ഓഹരികൾക്കുള്ള ഒരു മുന്നേറ്റത്തിന് കാരണം. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ടൊരു അപ്ട്രെൻഡ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ബാങ്കിങ് ഓഹരികളിലും ഓട്ടോമൊബൈൽ ഓഹരികളിലും, പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനാണെങ്കിൽ മഹേന്ദ്രയും നമ്മൾ മാരുതിയും അടങ്ങുന്ന ഓട്ടോമൊബൈൽ സെക്ടർ ഓഹരികളാണ്. 2 വീലറും അതിന്റെ കൂട്ടത്തിൽ വരുന്നത് TVS മോട്ടറും ബജാജ് ഓട്ടോയും. അപ്പോൾ ഈ 4 ഓഹരികളിലെ ബൈയിങ് വളരെയധികം കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മെറ്റൽ ഓഹരികളെല്ലാം തന്നെ കറക്ഷന്റെ പാതയിലാണ്. ടിസ്കോ ഉൾപ്പെടെയുള്ള ഓഹരികളിൽ ബൈയിങ് വരാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ നിക്ഷേപം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഓഹരികൾ ഏതൊക്കെയായിരിക്കും? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. മാരുതിയുടെ സെയിൽസ് ഫിഗേഴ്സ് വളരെയധികം മികച്ചതാണ്. ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഓഹരി വരുന്ന ദിവസങ്ങളിൽ 2800 മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കറന്റ് ലെവലിൽ നിന്ന് ഒരു 5 to 10% അപ്രീസിയേഷൻ മാരുതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മഹേന്ദ്രയും അതുപോലെ തന്നെ TVS മോട്ടറും ബജാജ് ഓട്ടോയും ഓട്ടോമൊബൈൽ സെക്ടറിലും, അതുപോലെ തന്നെ സ്റ്റീൽ രംഗത്താണെങ്കിൽ ടാറ്റ സ്റ്റീലും ടെലികോം സെക്ടറിലാണെങ്കിൽ IDA ഞാൻ പ്രിഫർ ചെയ്യുന്ന ഓഹരികളാണ്.
വളരെയധികം നന്ദി ശ്രീ അലക്സ്.